ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിഞ്ഞ ദിവസം മോളല്ലേ മമ്മിയോട് പറഞ്ഞത് ആ കായൽ നടുവിലുള്ള ഐലൻഡ് റിസോർട്ടിനെ പറ്റി? നമുക്ക് അവിടെ തന്നെ പോകാം. ഗാഥ മാഡം അതിന്റെ ഡീറ്റെയിൽസ് എന്നെ കാണിച്ചിരുന്നു. then make a booking there. സോറി മമ്മി, നമുക്ക് ഇനി ഒരു ദിവസം പോവാം. എന്താ കാര്യം? ഇന്ന് ഞാൻ നവീന്റെ ഒപ്പം ഒരു യാത്ര പോവാന്ന് പറഞ്ഞിരിക്കാം. നവീൻ ഇപ്പൊ എത്തും. മോളെ, നിശ്ചയ ദിവസം പൂജാരിമാര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു. ഇത് നിസാര ശാപം അല്ല മാഡം. കളരിക്കൽ തറവാട്ടിലെ ഒരു മുറിയില് ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ശാപത്തിനിരയായ സ്ത്രീകളാ. അവരിത് നമ്മളോട് മറച്ചു വെച്ചു. നീ നവീന്റെ വധുവായിട്ട് ആ തറവാട്ടിലേക്ക് പോയാ നിന്നെ കാത്തിരിക്കുന്നതും അതേ ശാപവിധി തന്നെ ആയിരിക്കും മോളെ. നിശ്ചയ ദിവസം അവരുടെ സർപ്പകാവ്യം നടന്ന പൂജയില്ലേ, അത് ശാപമോക്ഷത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. അവരുടെ പൂർവികർക്ക് വീണ ശാപത്തിന് നിന്നെ ഇരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ മമ്മി? അതെ, പരമമായ സത്യം. എന്റെ മമ്മി, ഈ 2025-ലും ഈ സയന്റിഫിക് യുഗത്തിലും ഇത്ര ഒരു മണ്ടത്തരം മമ്മി വിശ്വസിച്ചല്ലോ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മിയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അയ്യേ, ഇതാണോ സിത്താര ശ്രീനിവാസ്? മോശം മോശം മോശം. വിശ്വാസങ്ങളെ പരിഹസിക്കരുത് മാഡം. ഓ, അപ്പൊ സിനി ചേച്ചിയാണ് ഇതിന്റെയൊക്കെ കാരണം. കഷ്ടമുണ്ട്. ആ മമ്മി, ഇതുപോലത്തെ ശാപകഥകളൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ശാപകഥകൾക്കും മറ്റും ഭയങ്കര ഡിമാൻഡാ. നമുക്ക് ബിസിനസ് ചെയ്യാന്നേ. എനിക്കൊരു ശാപവും ഏൽക്കില്ല, എന്നെ ഒരു നാഗവും കുത്തില്ല. ഗുഡ് നൈറ്റ് മമ്മി. സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇത് കണ്ടോ? അച്ഛനോട് ഇത് മാറ്റി വാങ്ങിച്ചു തരാൻ പറഞ്ഞല്ലേ. എന്നെ കുട്ടികളെല്ലാരും കളിയാക്കും. ക്ലാസ്സിൽ എല്ലാവർക്കും പുതിയ ബാഗാ. ഇങ്ങനെയാണെങ്കിൽ ഞാനിനി സ്കൂളിൽ പോവില്ല. തുടങ്ങിയോ അച്ഛനോട് വഴക്ക്? അച്ഛനോട് ഞാനിനി മിണ്ടൂല. അവക്കെന്താ പുതിയ ബാഗ് വാങ്ങിച്ചു കൊടുക്കാത്തെ? വൈകുന്നേരം വരെ ലോട്ടറി വിറ്റ് നടന്നാലേ കയ്യിൽ കിട്ടുന്നത് തുച്ഛാ. എന്റെന്നല്ല, ഭാഗ്യം വിൽക്കാൻ നടക്കുന്നവരുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാ. നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കണ്ടേ? ദുബായ്ക്കാരനല്ലേ. പിന്നെ ഇവിടുത്തെ ചെലവൂടെ നോക്കി വരുമ്പോ കയ്യിലൊന്നും നിക്കില്ല മോളെ. ചേട്ടൻ ലോട്ടറി എടുക്കുന്ന തന്നെ കടോ ഏട്ടാ. മോളെ, അച്ഛൻ പോട്ടെ, ബാഗ് നമുക്ക് പിന്നെ വാങ്ങാം. ദുബായ് മാമ, ലോട്ടറി വിൽക്കാൻ ഞാനും കൂടെ കൂടട്ടെ? എന്താ മോളി പറയുന്നേ? മോള് ലോട്ടറി വെക്കാൻ പോവാനോ? അതിനെന്താ, എന്തോരം പെണ്ണുങ്ങളാ വഴിയിൽ ലോട്ടറി വിൽക്കുന്നേ. അതൊന്നും ശരിയാവില്ല. ഇവിടെ പ്രത്യേകിച്ച് നിനക്ക് തരാനൊന്നും ഇല്ലെങ്കിലും നീ ഞങ്ങളുടെ വിരുന്നുകാരിയാ. അതെ, ഞാൻ എന്തിനാ ഇവിടെ വന്നേ? ആ സുന്ദരിയെ തേടി കണ്ടുപിടിക്കാനല്ലേ. ലോട്ടറിയും കൊണ്ട് നടക്കുമ്പോ എനിക്കാ കൂട്ടത്തില് അവരെ നോക്കാൻ ചെയ്യാലോ. എന്തായാലും ഞാനും വരുന്നുണ്ട്. കൃഷ്ണയ്ക്ക് എന്തായാലും ആളെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നിങ്ങൾ കൂട്ടിക്കോ. കച്ചവടം ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ചേച്ചി നോക്കിക്കോ, ഇന്ന് ഞങ്ങൾ കച്ചവടം പൊടി പൊടിക്കും. മാമ വന്നേ. ചേച്ചി പോയിട്ട് വരാം. ഹലോ. കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടൊരു ഹലോ പറയാട്ടോ. സോറി, ഞാൻ ഫോൺ നോക്കാതെ എടുത്തേ. ഓ, അപ്പൊ എന്തോ സീരിയസ് ജോലിയിലാണല്ലോ. ജോലിയിലാണ്. ജോലിക്ക് അങ്ങനെ സീരിയസ് ഇല്ലാത്തത് അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോ ഫ്രീ അല്ല. ഫ്രീ ആണെങ്കിൽ ഫ്രീ ആക്കോ. വൈ നോട്ട്? പക്ഷേ എന്താ ഉദ്ദേശം എന്ന് പറയും. ഒരു ചെറുകിട ഉദ്ദേശമുള്ളൂ. വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന 2 പേര് തമ്മില് ഒന്ന് കാണണം, കുറച്ച് യാത്ര ചെയ്യണം. പറ്റുമെങ്കിൽ വൃത്തിയായിട്ടൊന്ന് പ്രണയിക്കണം. താല്പര്യമുണ്ടോ? ഈ ടൈപ്പ് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഹാബോർണായി പോലെ. അയ്യോ, സാറിന്റെ ജോലി മാറ്റി വെച്ചിട്ടൊന്നും വേണ്ടാട്ടോ. തനിക്ക് റെഡിയാവാൻ എത്ര സമയം വേണം? ജസ്റ്റ് 10 minutes. അങ്ങനെയാണെങ്കിൽ 11ാമത്തെ മിനിറ്റില് ഞാൻ തന്റെ മുന്നിലുണ്ടാവും. ഞാൻ തന്നെ പിക്ക് ചെയ്തോളാം. താങ്ക് യു. എന്തായാലും പ്രണയിക്കാൻ വരുമല്ലേ, ഞാനൊന്ന് ഒരുങ്ങിയേക്കാം.
അതെ ആ. ഗോപാലമാമ എങ്ങനെയുണ്ട് കച്ചവടം? ഇതുവരെ ആകെ 2 ടിക്കറ്റാ മോളെ പോയത്. ചില ദിവസം ഇങ്ങനെ. അപ്പോ മോളോട് എല്ലാം വാങ്ങിച്ചിട്ട് ചെല്ലാന്ന് പറഞ്ഞല്ലേ? അതൊക്കെ അവിടെ കിടക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വെയിലത്ത് അലഞ്ഞാലേ ഇത് തന്നെയാ മിക്ക ദിവസത്തെ അവസ്ഥ. ഇതങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് ചിന്തിക്കുമ്പോ അതെ, എന്തായാലും നമ്മൾ ആളുകളെ പറ്റിക്കാനൊന്നല്ലല്ലോ നടക്കുന്നേ. ഭാഗ്യം പരീക്ഷിക്കാൻ അവരെ നിർബന്ധിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് മാർഗം ഉണ്ടാക്കാന്നേ. എന്ത് മാർഗം? മാമ വണ്ടി എടുക്ക, നമുക്കേ വേറെ എവിടേക്കെങ്കിലും പോവാം. മാമൻ ഈ ടിക്കറ്റ് വിറ്റ് തീർന്നാ പോരെ? അത് ഞാൻ ഏറ്റു. ഇത് വിറ്റ് തീരണമെങ്കിലേ നീ തന്നെ മൊത്തം എടുത്തിട്ട് കാശ് തന്ന് വാങ്ങണം. ഒരള് ചെന്ന മദ്ദളത്തോട് കഥ പറയും പോലെ നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ. ആ മാമൻ വണ്ടി എടുത്തേ. എങ്കിലിനി കച്ചവടം നടത്തി കാണിച്ചു തന്നിട്ട് എന്നെ കാര്യം എടുക്കുന്നേ. എന്നാ പിടി. ഒന്ന് വേഗം എടുത്തിട്ട് വന്നേ ഗോപാലമാമ. നവീൻ ഇപ്പൊ വരും. രണ്ടുപേരും ഒന്നിച്ച് എങ്ങോട്ട് പോവാനുള്ള പ്ലാനാ. മമ്മി, മമ്മി മോളെ വിളിക്കാനിരിക്കായിരുന്നു. ഇന്ന് മമ്മി ഓഫീസിൽ പോകുന്നില്ല. എന്തുപറ്റി? മോളല്ലേ എന്നോട് ചോദിക്കാറുള്ളത് ഇടയ്ക്കൊക്കെ ഈ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൂടെന്ന്. അത് തന്നെ കാര്യം. നമ്മൾ ഇന്ന് മുഴുവനും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. കഴിഞ്ഞ ദിവസം മോളല്ലേ മമ്മിയോട് പറഞ്ഞത് ആ കായൽ നടുവിലുള്ള ഐലൻഡ് റിസോർട്ടിനെ പറ്റി? നമുക്ക് അവിടെ തന്നെ പോകാം. ഗാഥ മാഡം അതിന്റെ ഡീറ്റെയിൽസ് എന്നെ കാണിച്ചിരുന്നു. then make a booking there. സോറി മമ്മി, നമുക്ക് ഇനി ഒരു ദിവസം പോവാം. എന്താ കാര്യം? ഇന്ന് ഞാൻ നവീന്റെ ഒപ്പം ഒരു യാത്ര പോവാന്ന് പറഞ്ഞിരിക്കാം. നവീൻ ഇപ്പൊ എത്തും. മോളെ See, he's so punctual. ഞാൻ പോയിട്ട് വരാം മമ്മി. I'm sorry. ഇന്നത്തെ ലീവ് ഞാനായിട്ട് കൊളാക്കി തന്നതിന്. മമ്മിയുടെ മരുമോനെ ഹാപ്പി ആക്കേണ്ടതും ഞാൻ തന്നെയല്ലേ? ബൈ ബൈ. I'm ready. ഓക്കെ. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഥ ഗെറ്റ് ഇറ്റ്. എന്നും എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തവളഞ്ഞ്. അത് തന്നെയാ ഇപ്പൊ അവളുടെ കാര്യത്തിൽ തെറ്റിപ്പോയിരിക്കുന്നത്. അവളോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവൾ എങ്ങനെയാ പ്രതികരിക്കാൻ പോകുന്നെന്ന് എനിക്കറിയില്ല സിനി. ഞങ്ങൾക്കിടയിൽ ഒരു അകലം വന്ന പിന്നെ ഞാൻ ഉണ്ടാവില്ല.